ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആ പള്ളിയിലെ അച്ഛനുമായിട്ട് ഗീവർഗീസ് ചേട്ടൻ സംസാരിച്ചു. അപ്പോൾ ഇവരുടെ അവസ്ഥകളൊക്കെ അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛൻ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഗീവർഗീസിൻ്റെ താല്പര്യത്തിന് സമ്മതിച്ചു. കാരണം അവരവിടെ താമസിപ്പിക്കാനായിട്ട്. അങ്ങനെ വേദയും വിക്രവും പോയ സമയത്ത് ആ അച്ഛനാണെങ്കിൽ ഇവർ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി വന്നതാണെങ്കിലും ഇവിടം കൊണ്ടൊന്നും ഇവരുടെ പ്രശ്നം തീരുന്നില്ല, ഇവരുടെ പിന്നാലെ തന്നെ പ്രശ്നം ഉണ്ടെന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരങ്ങ് പോയി അവരാ വീട്ടിൽ കൊണ്ടുവന്നാക്കാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ കുറേ സ്ഥലമൊക്കെ ഇങ്ങനെ ചുറ്റി കാണിച്ചൊക്കെ ഇങ്ങനെ പോവുക. അപ്പോൾ അതൊരു തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ഇങ്ങനെ വഴികളിലൂടെ ഇങ്ങനെ പോയി അവരുടെ വീട്ടിൽ ചെന്ന് ഇതാണ് നിങ്ങൾക്ക് താമസിക്കാനുള്ള വീട്, കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു, എല്ലാം ശരിയാക്കി. അതിനുശേഷം പിന്നെ ഇവിടെയാണെങ്കിലും വളരെ സൂക്ഷിക്കണമെന്നൊക്കെയുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഞങ്ങളെപ്പറ്റി ചേട്ടൻ എന്തെങ്കിലും അറിയാമോ എന്നുള്ള രീതിയിൽ ഇവർ ചോദിക്കുമ്പം നിങ്ങളെപ്പറ്റിയുള്ള ഏകദേശ ധാരണയൊക്കെ എനിക്കുണ്ട്. സജീവ് കുറേയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ എനിക്കറിയാം. എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, വേറെ ആരോടും ഒന്നും പറയാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നത് മാത്രമേ നിങ്ങൾ നോക്കിയാൽ മതിയെന്നും പറഞ്ഞു. നിങ്ങളുടേതായ ഒരു കാര്യങ്ങളും ആരോടും പറയരുതെന്നും ആവശ്യമില്ലാതെ അങ്ങനെ ഒന്നിലും ഇടപെടാനും പോകരുതെന്നൊക്കെ പറയുക. കാരണം നിങ്ങളിവിടെയാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അത് എന്നെക്കാളും നന്നായി നിങ്ങൾക്കും അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളിവിടെ നിൽക്കുക എന്നും പറഞ്ഞിട്ട് ആ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞിട്ട് ചേട്ടൻ എന്നാൽ പോവാട്ടോ എന്നും പറഞ്ഞ് അങ്ങ് പോയി. അപ്പോൾ ആ ചേട്ടൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വിക്രവും വേദയും കൂടെ അവിടെ ഇരുന്ന്, അതായത് ഈ ഗീവർഗീസ് ചേട്ടനെ പറ്റി സംസാരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അനിയൻകുട്ടനെ കുറിച്ചും. അനിയൻകുട്ടനാണെന്നുണ്ടെങ്കിൽ സുഖമില്ലാതെ അവരിപ്പോൾ എന്നെ അവർ കൊല്ലും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവരാണ് അവിടെ വന്നിരിക്കുന്നു, അനിയൻകുട്ടനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഇതേ സമയത്ത് ഈ ശ്രീകാന്തും അതുപോലെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനും കൂടി അവിടെ കിടന്ന് വെരുകിക്കൊണ്ടിരിക്കാം, ഇവരെ ഒന്ന് കണ്ട് കിട്ടാത്തത് കൊണ്ട്. അപ്പോൾ ഇവരെവിടെ പോയി എന്നുള്ളത് ഇവർക്ക് ഒരു ധാരണയില്ല. അപ്പം മറ്റവർക്കും അറിയില്ല എന്ന് ഇവന്മാർക്ക് മനസ്സിലായി. അങ്ങനെ ഈ ഒരു കാര്യവും ഇതെല്ലാം ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുക കേട്ടോ. വിക്രവും വേദയും അവിടെ ഇതൊന്നും അറിയുന്നുമില്ല. നാട് നീളം ഇവന്മാർ വല വിരിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഈ പോലീസിനെയും കൂട്ടുപിടിച്ച്. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്രം പുറത്തു വരണമെന്നുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ അമ്മയെയോ അല്ലെങ്കിൽ കുടുംബത്തിനെയോ തൊടണം എന്നുള്ള കാര്യം ഇയാൾക്ക് മനസ്സിലായത്. അറിയാമായിരുന്ന കാര്യം കുറച്ചുകൂടി ക്ലാരിറ്റി ആയത്. അപ്പോഴേക്കും ശ്രീകാന്ത് നേരെ ഈ അമ്മായച്ചനോടും അതുപോലെ പോലീസുകാരനോടും പറയുവാണ്, വിക്രം പുറത്തേക്ക് വരണമെങ്കിൽ ഒരു വഴിയുണ്ടെന്ന്. നീ ഉദ്ദേശിക്കുന്ന വഴി എന്താണെന്ന് എനിക്കറിയാമെന്ന് അമ്മായച്ചന് നേരം പറഞ്ഞു. അവൻ്റെ വീട്ടിലുള്ളവരെ തൊട്ടാൽ അവൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവൻ ഇവിടെ എത്തും, അതിനൊരു സംശയവും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞു. അവൻ്റെ അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയെയോ ഒന്ന് വിളിച്ച് ചോദ്യം ചെയ്താൽ കൃത്യമായി അവരെവിടെ ഉണ്ടാകുമെന്ന് അറിയാം. ഇനിയിപ്പോൾ അവർക്ക് അറിയില്ലെങ്കിലും അവരെ ഒന്ന് പോലീസ് സ്റ്റേഷനിൽ കയറ്റി അല്ലെങ്കിൽ ചോദ്യം ചെയ്തു എന്നറിഞ്ഞാൽ അവളും അവനും പുല്ലുപോലെ പറന്നു വരുമെന്ന കാര്യവും പറയാം. പക്ഷേ അതാരും അറിയരുത്. അത് പുറത്തു പോയാൽ അവരെ രക്ഷിക്കാനായിട്ട് എല്ലാവരും ഒത്തുകൂടുമെന്നും നമ്മൾ ഒരു പ്ലാനും നടക്കില്ല എന്നും അവർ പറയാം. എന്നിട്ട് ഇവന്മാർ പോലീസ്, അതായത് CI ഉണ്ടല്ലോ, അയാളെ അങ്ങോട്ട് സ്ക്രൂ ഇട്ട് മുറുക്കി കയറ്റി വിടുവാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ നേരെ ഫോൺ എടുത്ത് വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചു. അതും വിശ്വനെ വിളിച്ചിട്ട് കാര്യം പറയാം. അപ്പോൾ എന്താ സാറിന് ചോദിക്കുമ്പം വിക്രവും വേദയും ഈ നാട് വിട്ടു പോയിരിക്കുകയാണെന്നും അവരെവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നും ചോദിച്ചു. അപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീജൻ തൊട്ടരിക്കൽ നിൽപ്പുണ്ട്. നുണ പറയരുതെന്ന് ഈ CI പറയും. ഞങ്ങൾ എന്തിനാ സാർ നുണ പറയുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ നുണയെ പറയുള്ളൂ എന്നുള്ള കാര്യം അപ്പോൾ അയാൾ പറയണം. എന്തായാലും നിങ്ങൾക്കറിയാത്ത സ്ഥിതിക്ക് അമ്മയെയും അച്ഛനെയും പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പറഞ്ഞു വിടാൻ പറഞ്ഞു. അതെന്തിനാ സാർ അങ്ങോട്ടൊക്കെ പറഞ്ഞു വിടുന്നത്? അതിന് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്, അതിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതിന് അമ്മ എന്തിനാ സാർ കൊണ്ടുവരുന്നത്? അമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുന്ന ആളാണ്, ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അമ്മയെ വിടുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം നിങ്ങളോട് പറയുന്ന അങ്ങോട്ട് കേട്ടാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് വരും, അത് വേണമെന്ന് ചോദിച്ചു. വേണ്ട സാറെന്ന് പറഞ്ഞു. എന്നാൽ എത്രയും പെട്ടെന്ന് അവരെ സ്റ്റേഷനിലേക്ക് വിടാൻ നോക്കാൻ പറഞ്ഞു. അത് പറഞ്ഞ് ഇയാൾ ഫോൺ കട്ട് ചെയ്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രീജ ചോദിച്ചു, എന്താ വിശ്വേട്ടാ, എന്താ ആരാന്ന് ചോദിച്ചു. അപ്പോൾ CI വിളിച്ചത്, അമ്മയും കൂട്ടി അച്ഛനോട് വേഗം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിന് അമ്മ എന്താ ചെയ്തേ? അമ്മയും അച്ഛനൊന്നും ചെയ്തിട്ടല്ല. വിക്രവും വേദയും ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ. അത് നമുക്കറിയാം, നമ്മളിലൂടെ അത് അവർക്ക് അറിയാനായിട്ടുള്ള ഇതാണ് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമ്മൾ അമ്മയെ വിടുന്നതെന്ന് ചോദിച്ചു. ഇനി വിടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർ ഇവിടെ വന്ന് പുതിയ പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ട് നമുക്കത് പറഞ്ഞേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് വിശ്വനും ശ്രീജയും കൂടെ നേരെ അമ്മയ്ക്കും അച്ഛനും അരികിലേക്ക് ചെല്ലുക. അവർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. അച്ഛാന്നും പറഞ്ഞു വിളിച്ചു. എന്താടാ? അത് ആ CI വിളിച്ചായിരുന്നു. എന്താ പറഞ്ഞേ? അമ്മയും കൂട്ടി അച്ഛനോട് സ്റ്റേഷൻ വരെ ഒന്ന് ചെല്ലാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ കമലി ഒന്ന് പേടിച്ചു. അതെന്തിനാ അമ്മയും കൂട്ടി ചെല്ലുന്നത്?
അത് വിക്രവും വേദി ഇപ്പോൾ എവിടെയാണെന്ന് അറിയില്ലല്ലോ. മിക്കവാറും ഇത് അവരുടെയൊക്കെ പണിയായിരിക്കും, ആ ശ്രീകാന്തിൻ്റെയൊക്കെ. അപ്പോൾ അമ്മയെ പിടിച്ചു വെച്ചാൽ വിക്രം വരുമെന്നായിരിക്കും അവരുടെ പ്രതീക്ഷ എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ അവരെവിടെയാണെന്ന് അതിന് നമുക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പോലീസുകാർക്ക് വിഷയമല്ലല്ലോ അച്ഛാ, അവരുദ്ദേശിക്കുന്നത് എന്തോ അതവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേന്ന് ചോദിച്ചു. എന്തു വേണമെങ്കിലും വരട്ടെ, പോയി നോക്കാമെന്ന് അച്ഛൻ പറയുമ്പോൾ മാഷേ താൻ പേടിക്കേണ്ട കമല, ഞാനല്ലേ കൂടെയുള്ളത്, പിന്നെ അവൻ്റെ ഒന്നും ഓരോ ഉടായ്പും ഇനി നമ്മുടെ അടുത്ത് നടക്കില്ല എന്നും അച്ഛൻ പറയുന്നു. ധൈര്യമായിട്ട് താൻ പാടോ എന്നും പറഞ്ഞിങ്ങനെ വിളിച്ചുകൊണ്ട് പോയി. ഈ സമയത്തുണ്ടല്ലോ നമ്മുടെ വിക്രം വീട്ടിൽ സാധനങ്ങളും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് അത് വാങ്ങിക്കാനായിട്ട് ആ കടയിലേക്ക്, അതായത് തലേദിവസം അവർ വന്നപ്പോൾ കണ്ട ആ ഒരു കടയിലേക്ക് ചെല്ലുക. ആ കടയിലേക്ക് ചെന്നപ്പോഴത്തേക്ക് അവിടെ നിറയെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വിക്രം കയറി ചെല്ലുന്നു. അപ്പോൾ അവിടുത്തെ ആൾക്കാരെല്ലാം ഒരുമിച്ച് കൂടിയിരുന്ന് വർത്തമാനം പറയുകയും അതുപോലെ നാട്ടു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് വിക്രം അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. വിക്രം കയറി ചെന്നപ്പോഴത്തേക്കും വിക്രം അവിടെ ഒരു പുതിയ ആളല്ലേ, ഇവരാരും കണ്ടിട്ടുമില്ല. ആ സമയത്ത് അവിടെ ഇരുന്ന് ആരോ ചോദിച്ചു ആ കടക്കാരനോട്, അല്ല ഇതാരാ പുതിയ പാർട്ടി, ഇവിടെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പം ഇതാ ഗീവർഗീസിൻ്റെ സഹായിയാണെന്ന് പറഞ്ഞു. സഹായോ? ആ പരോപകാരി ഈ ഗീവർഗീസ് കൊണ്ട് ഇറക്കുമതി ചെയ്തതാണ് ഇവരെന്ന് പറഞ്ഞപ്പം നിങ്ങൾ എവിടത്തുകാരാ വെച്ചേ, ഇവിടെ ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുള്ള രീതി പറഞ്ഞപ്പോൾ ഞങ്ങൾ ഗീവർഗീസേട്ടൻ്റെ റിലേഷനുള്ളതാണെന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ പറയുന്നു. നാടെവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പം വിക്രം ആകെ ഒന്ന് പരിങ്ങി. അപ്പോൾ വിക്രത്തിനെ ഇങ്ങനെ നിർത്തി ഇവരെല്ലാവരും ചോദ്യങ്ങളിങ്ങനെ ഓരോന്ന് തുരുതുരാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വിക്രത്തിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടെൻഷൻ പോലെ, ദൈവമേ ഇനി ഇതിലാരെങ്കിലും തിരിച്ചറിഞ്ഞാൽ പണി പാലുമള്ളത്തിൽ കിട്ടുമല്ലോ എന്നുള്ളൊരു പേടി. അങ്ങനെ പേടിച്ച് ആ ഒരു ഇതിലിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വണ്ടിയായിട്ട് ഒരാൾ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഡ്രൈവർ കടയിലേക്ക് എന്തോ വാങ്ങിക്കാൻ കയറിയപ്പോൾ വിക്രം ഇങ്ങനെ കയ്യും കെട്ടി ഇങ്ങനെ ഒരു മൂലയിൽ നിൽക്കുകയാണ്. മറ്റേ കടക്കാരനാണെങ്കിൽ വിക്രത്തിന് വേണ്ടുന്ന സാധനങ്ങൾ എടുത്തും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വണ്ടിക്കാരൻ ഈ വിക്രത്തെ ഇങ്ങനെ കുറേ നേരം നോക്കി വെച്ചിട്ട്, നിങ്ങൾ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ, നല്ല മുഖപരിചയം തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാ, അവൻ ഈ നാട്ടുകാരനല്ല എന്ന് പറഞ്ഞു. അല്ല ഈ നാട്ടുകാരനല്ല, എനിക്കത് മനസ്സിലായി നീ ഡ്രൈവർ പറയാ, എവിടെയാ വീട്, എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതാ പരോപകാരി ഗീവർഗീസില്ലേ, അവൻ്റെ പ്രൊഡക്ഷൻ ആണെന്ന കാര്യം ഈ നാട്ടുകാരവിടെ നിന്ന് പറയുക കേട്ടോ. അപ്പോഴത്തേക്കും വിക്രം അവനിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഊരി പോരണം, എന്ത് പറയും, ഒന്നും പറയാതെ അവിടെ നിന്ന് പോരാനും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കല്യാണം കഴിഞ്ഞാൽ കണ്ട് ഒളിച്ചോടി വന്നതാ എന്നൊക്കെ ഈ നാട്ടുകാരിങ്ങനെ പറയുന്നു. അപ്പോൾ ഈ ഡ്രൈവറാണെങ്കിൽ ഓരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ വിക്രത്തിന് എന്ത് പറയണമെന്നറിയില്ല, പക്ഷേ വിക്രം എങ്ങനെയൊക്കെയാണ് തട്ടിമുട്ടിയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെടുക. അങ്ങനെ ഇവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് അച്ഛനും അമ്മയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഇവരെ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് CI ഇറങ്ങി ചെന്നു ഒരു വനിതാ പോലീസുകാരിയെയും വിളിച്ചു. വനിതാ പോലീസുകാരി അങ്ങോട്ടേക്ക് വന്നു. ഇവർ വന്നിങ്ങനെ ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുമ്പം വന്നോ, മകനെ രക്ഷപ്പെടാൻ വേണ്ടി വഴിയൊരുക്കി കൊടുത്തിട്ട് അച്ഛനും അമ്മയും വീട്ടിൽ കയറി സുഖിച്ചിരിക്കുകയല്ലേ എന്ന് CI നമ്മുടെ മാഷിനോട് ചോദിച്ചു. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സാർ എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് അവൻ എവിടെയാണെന്ന് അറിയുകയും ചെയ്യില്ല എന്ന് പറയുമ്പോൾ, അതേതായാലും ഞാൻ വിശ്വസിച്ചു എന്ന് കാര്യം പറയാട്ടോ. നിങ്ങൾക്കറിയില്ലെങ്കിൽ പിന്നെ ആർക്കാ അവൻ എവിടെയുണ്ടെന്ന് അറിയാവുന്നത്, വേറെ ആർക്കറിയില്ലെങ്കിലും അവരെവിടെയുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാവുമെന്ന് പറഞ്ഞു. സാർ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ എന്നിട്ട് ആ വനിതാ പോലീസുകാരെ വിളിച്ചിട്ട് ഇവരെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അല്ല കമലയെ മാത്രമായിട്ട് എന്തിനാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് ഇവരോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടെന്ന് CI പറയാം. സാർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യരുത്, അവൾക്ക് സുഖമില്ലാത്തതാണെന്ന കാര്യം പറയുമ്പോൾ, താനെന്താടോ മാഷെ ഇങ്ങനെ പറയുന്നത്, ഞങ്ങളെന്താടോ ആവശ്യമില്ലാത്ത കാര്യം ചെയ്യാൻ, അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ കൂടെ അവരെ തിരിച്ചയക്കുന്നു, അല്ലാതെ അതിനപ്പുറം വേറെ ഒന്നും ഞങ്ങൾ ചെയ്യാൻ പോകണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ നമ്മുടെ കമലമ്മയും കൊണ്ട് അകത്തേക്ക് പോവുക. വാ ഇങ്ങോട്ടെന്നും പറഞ്ഞ് വിളിച്ചകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞപ്പം, കാരണം ഈ CIക്ക് അറിയാം കമലമ്മ ഒരു പാവമാണ്, അന്ന് റോട്ടിൽ വെച്ച് പേടിപ്പിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പാവം പേടിച്ചു പോയിരുന്നില്ല, അതെല്ലാം ഇയാളുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ കമലയോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ഏകദേശമൊക്കെ കിട്ടുമെന്നുള്ളൊരു ധാരണയാണ് ഈ പൊട്ടന്മാർക്ക് പോണത്. എന്നിട്ട് നമ്മുടെ കമലയെ അകത്തേക്ക് കൊണ്ടുപോയി ഈ ചോദ്യം ചെയ്യുന്ന മുറി ഉണ്ടല്ലോ, മുറിയിലേക്ക് കൊണ്ടുപോയി നിർത്തി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അന്നേരം അച്ഛൻ അവിടെ ഇരുന്നു. ഈ മുറിയൊക്കെ കണ്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് പേടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി, എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ. ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. വേണ്ട സാർ ഞാനിവിടെ നിന്നോളാം എന്ന് പറയുമ്പോൾ, നിങ്ങളോട് ഇരിക്കാനല്ലേ പറഞ്ഞതെന്ന് ചോദിച്ചു കമലയോട്. അപ്പോൾ കമല അവിടെ ഇരുന്നു. ഇയാൾ അന്നേരത്തേക്കും തൊട്ടപ്പുറം കസേരയിൽ വന്നിരുന്നു. എന്നിട്ട് കമലയോട് ഓരോ ചോദ്യങ്ങളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. മകൻ എവിടെ, മകനെ നിങ്ങൾ എപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത്, മരുമകൾ എപ്പോഴാണ് അവസാനമായിട്ട് കണ്ടത്, അവൻ എന്താ പറഞ്ഞേ, ഇതൊക്കെ പറഞ്ഞിങ്ങനെ നൂറുകൂട്ടം ചോദ്യങ്ങൾ, അതായത് നമ്മുടെ കമലയെ കുഴപ്പിക്കുന്ന രീതിയിൽ ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുക ഈ CI. അപ്പോഴേക്കും നമ്മുടെ സുധാകരൻ മാഷിന് പുറത്തിരുന്ന് ഭയങ്കര ടെൻഷനായി. ദൈവമേ ഇന്ന് എന്താ ഇവന്മാരെ ഒപ്പിച്ചു വെക്കാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ, അതിൻ്റെ ഒരു ആവലാതിയാണ് അതിനുള്ളിൽ കിടന്ന്. അപ്പോഴേക്കും യാദൃശ്ചികമായിട്ട് അവിടേക്ക് ഒരു വണ്ടി വരുന്നത്, അത് വേറെ ആരുടെയും വണ്ടിയല്ല, MLAയുടെ വണ്ടി. ഈ വണ്ടി കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സുധാകരൻ മാഷ് അന്തം വിട്ട് നോക്കുക. ആ വണ്ടിക്കകത്തുനിന്ന് ഇറങ്ങുന്നത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ വാസുവാൻ MLA ആയിരുന്നു. ഇപ്പോൾ വിക്രത്തോടും കുടുംബത്തോടും വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹം എങ്ങനെയൊക്കെയോ വിവരങ്ങൾ അറിഞ്ഞെത്തിയതാണ്.
ഇറങ്ങി വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്യും, നമ്മുടെ സുധാകരൻ മാഷ് അവിടെ ഇരിക്കുന്നു. മാഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വാസുവൻ മാഷിൻ്റെ അടുത്തേക്ക് ഇന്നു. മാഷാണെങ്കിലും വാസുവനെ നോക്കാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. മാഷ് എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പോലീസുകാർ വിളിച്ചിട്ട് വന്നാന്ന് പറഞ്ഞു. എന്തിനാ പോലീസുകാർ വിളിച്ചതെന്ന് ചോദിക്കുക. ആ സമയത്ത് മാഷാണെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വളരെ മാന്യമായി വളരെ സൗമ്യമായാണ് സുധാകരൻ മാഷിനോട് ഈ വാസുവൻ സംസാരിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ എന്തിനാണ് വിളിപ്പിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ വിക്രം എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം എന്നാണ് അവർ പറയുന്നതെന്നുള്ള കാര്യമൊക്കെ മാഷ് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ MLA അകത്തേക്ക് കയറി ചെന്നു. MLA കണ്ടപ്പോഴത്തേക്കും CAയുടെ മട്ടുമാതിരിയൊക്കെ അങ്ങ് മാറി. അപ്പോൾ താനെന്താടോ ഈ സുധാകരൻ മാഷിനെ പിടിച്ച് ഇവിടെ ഇരുത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ സാർ വിക്രവും അതുപോലെ വിക്രത്തിൻ്റെ ഭാര്യ വേദയും ആ ചെറുപ്പക്കാരനെയും കൊണ്ട് എങ്ങോട്ടോ പോയി. അപ്പോൾ അതിവർക്ക് അറിയാമോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം അവർ ആ ചെറുപ്പക്കാരനെയും കൊണ്ട് പോയത് ഇവർക്കറിയാവുന്ന തന്നോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു. അതല്ല സാർ, ഞാൻ ഇവരെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് റിലീസ് ചെയ്യാൻ പറഞ്ഞു. അല്ല സാർ, അത് തന്നോട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്ന് പറയാണ്. ഒരു തെറ്റും ചെയ്യാത്ത ഇവരെ ഇങ്ങനെ വിളിച്ച് വിസ്തരിക്കാൻ തനിക്ക് ആരാ അധികാരം തന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അതും ഇതുപോലെ ആൾക്കാരെ ചോദ്യം ചെയ്യുന്ന ഒരു മുറിയിലേക്ക് കയറ്റാൻ ആരാ തനിക്ക് അധികാരം തന്നെ, ആ രീതിയിലൊക്കെ ഇദ്ദേഹം ചോദിക്കുക കേട്ടോ. അപ്പോൾ വിക്രം തൻ്റെ മകനെ കൊന്നിട്ടില്ല എന്നും ആ കൊന്നവരെ കണ്ടുപിടിക്കാനായിട്ടാണ് വിക്രം അനിയൻകുട്ടനെയും കൊണ്ട് പോയിരിക്കുന്നതെന്ന് വാസുവൻ അറിയാവുന്നത് കൊണ്ടാണ് വാസുവൻ ഇപ്പോൾ ഇവർക്കൊരു സഹായിയായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആരൊക്കെ എവിടെയൊക്കെ തോൽപ്പിക്കാൻ നോക്കിയാലും ഈശ്വരൻ എവിടെയെങ്കിലും ഒരു പഴുത് രക്ഷപ്പെടാനായിട്ട് ഒരുക്കിയിടുമെന്ന് പറയുന്നതിനൊരു തെളിവായി വീണ്ടും കാര്യങ്ങൾ ഇങ്ങനെ വരുന്നു. എന്തായാലും CIക്ക് താക്കീതും കൊടുത്ത് നമ്മുടെ സുധാകരൻ മാഷിനെയും കമലയെയും പുഷ്പം പോലെ രക്ഷിച്ച് വാസുവൻ അവിടെ നിന്ന് അങ്ങ് പോകാൻ നോക്കും. അപ്പം എന്നിട്ട് വാസുവൻ ഇങ്ങനെ സുധാകരൻ മാഷിനോട് പറയുകയും ചെയ്തു, എൻ്റെ മകൻ മരിച്ച വേദനയിൽ നിങ്ങളുടെ മകനാണത് ചെയ്തതെന്നുള്ള ധാരണയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ മകനല്ല അത് ചെയ്തത് എന്ന് തെളിയിക്കുന്നത് വരെ ഇനി ഞാൻ ആയിട്ട് നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല. നിങ്ങളുടെ മകനല്ല അത് ചെയ്തതെന്ന് തെളിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എന്നെക്കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ വാസുവൻ ഇങ്ങനെ ഇവരോട് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് വാസുവനും അവിടെ നിന്ന് പോയി. പിന്നെ മാഷേന്നും പറഞ്ഞുകൊണ്ട് കമല മാഷിൻ്റെ മേത്തേക്ക് വന്ന് കിടന്നിട്ട് കരളലിയിക്കുന്ന നിമിഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നത്. പക്ഷേ എത്രയൊക്കെ നിമിഷങ്ങൾ വന്നാലും വിക്രത്തിനും വേദയ്ക്കും ഒന്നും സംഭവിക്കില്ല. അവരെ ഒന്ന് തൊടാൻ പോലും ശ്രീകാന്തിനെന്നല്ല, ശ്രീകാന്തിൻ്റെ അമ്മായച്ചനെന്നല്ല, CI ആര് വന്നാലും സാധിക്കത്തുമില്ല. ഇനിയിപ്പോൾ വിക്രം എങ്ങനെയാണ് ആ കടയിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നുള്ളതും കൂടെ കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിൽ ഇതൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ ഫോണുകളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി 1000 നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, സേ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.